ഞാൻ ഇപ്പം പോകുന്ന സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ ഊട്ടി, അതായത് റാണിപുരത്തേക്കാണ്. നമ്മോ എത്ര പറഞ്ഞാൽ കൊന്നുകയറി ഞാൻ ചത്തു. സോ കുറേ കാലം ഇങ്ങനെ എന്താണ് മടുത്തു. 2 മാസമായിട്ട് ട്രെയിൻ ബസ് വേറെയും പോകാൻ ടൈം കിട്ടുന്നില്ല. സോ ഇന്ന് റാണിപുരം പോവാണ്. ഒരു 2 കിലോമീറ്റർ നടക്കാനുണ്ട്. 2 കിലോമീറ്റർ നടക്കാനുണ്ട്, കയറാനുണ്ട്. കുന്നിറങ്ങണം, കുന്ന് കയറണം, കുന്നിറങ്ങണം, കുന്ന് കയറണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. സോ ലെറ്റ്സ് ഗോ. ഞാൻ ഈ റാണിപുരത്തേക്ക് ലാസ്റ്റ് വന്നത് +2 പഠിക്കുമ്പോൾ NSSൻ്റെ ഭാഗമായിട്ട് എന്തോ എനിക്ക് ഓർമ്മയില്ല. അന്നാണ് ലാസ്റ്റ് ഇവിടെ വന്നത്. ആ സമയത്ത് കയറുമ്പോൾ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് ഇപ്പോൾ ഇതൊരു ടാസ്ക്കാണ് കയറുന്നത്. തിരിച്ച് നടന്നാലോ എന്നുള്ളൊരു ചിന്ത എനിക്കിങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എനിക്കിനി വേറെ ലീവൊന്നും ഇവിടെ അടുത്തായിട്ടൊന്നും കിട്ടൂല. സോ എനിക്കിതെന്തായാലും കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. സോ ഞാൻ എന്തായാലും ഈ ഒരു ഹൈക്കിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ അലൗഡല്ല. നോ പ്ലാസ്റ്റിക് അലൗഡ് ഈസ് ഹിയർ. ബിക്കോസ് പ്ലാസ്റ്റിക് ഫ്രീ ഏരിയ ആണെന്ന് തോന്നുന്നു. ഞാൻ കോപ്പിക്കോൻ്റെ മുട്ടായി, 1 രൂപേൻ്റെ ആൽപ്പല്ലീബും മുട്ടായിയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവർ വാങ്ങിച്ചു വെച്ചു. അവിടെ വന്ന് നീ തിന്നോ, നീ അത് കഴിച്ചോണ്ട് നടന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ 1 ആൽപ്പല്ലീബിൻ്റെ മുട്ടായി വായിലിട്ടു. ബാക്കി കോപ്പിക്കോയിൽ ഞാൻ കളഞ്ഞു. എന്നിട്ട് കോപ്പിക്കോ ഞാൻ അവിടെ കളഞ്ഞു. സല പിന്നെ വാട്ടർ ബോട്ടിൽ തന്നിട്ടുണ്ട് അവർ കയ്യിൽ. പിന്നെ മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. കുറേ ഇല്ല മഴയില്ലാത്ത. മഴ രാവിലെ ചെറിയൊരു മഴ കിട്ടീനി, പിന്നെ മഴ അങ്ങ് പോയി. ഞാൻ ആ 100 രൂപേൻ്റെ കോട്ടെല്ലാം വാങ്ങിച്ചിനി. ശത്തമ്മൻ എൻ്റെ വീട്ടിൽ നിന്ന് കോട്ട് വാങ്ങിക്കാൻ വിടയില്ല 100 രൂപേൻ്റെ. കാരണം എന്താ വെച്ചാൽ വണ്ടിയിൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. വലിയൊരു ടീം ബാക്കിൽ വരുന്നുണ്ട്. കുറുനരിയൊന്നുമില്ലാന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ഗോ. ഇത്രയും സമയം നടന്നു വന്നൊരു കാടില്ല പ്രദേശത്താണ്. കാട്, പക്ഷെ ഇനി ഇങ്ങനൊരു കുന്നാണ്. ഇനി നെക്സ്റ്റ് കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിനി ആ പീക്ക് പോയിന്റിൽ എത്തണമെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു കാട്, 2 കാട് പിന്നെ കുറച്ച് കുന്ന്, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു കാട് കഴിയണം. പിന്നെ കുറച്ചും കൂടി നടന്നാൽ നമ്മൾ ആ പീക്ക് പോയിൻ്റ് എത്തി. കുറച്ച് പാറയിലുള്ളൊരു പോയിൻ്റാണ്. കുറച്ചൊന്ന് മഴ പെയ്തെങ്കിൽ ഇന്ന് ഞാനിപ്പം ആഗ്രഹിച്ച് പോവാണ്. വെറുതെ കോട്ട് വാങ്ങിച്ചതിൻ്റെ പൈസ കളഞ്ഞു. ബട്ട് ഇറ്റ്സ് ഓക്കെ. നടന്നിട്ട് എത്തുന്നില്ല. കുറച്ച് വെള്ളം. പക്ഷേ ഈ ഒരു ഡേ ഇനി കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഇനി ഏതെങ്കിലും ലീവ് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. നല്ല വെയിൽ. സോ ആരും മഴയില്ലാത്ത സമയത്തൊന്നും ഇങ്ങോട്ടേക്ക് കയറിയണ്ട. ഇതാണ് നമ്മുടെ സ്പോട്ടിലേക്ക് ഇനി നടക്കാനുണ്ട്.
അങ്ങനെ ഫൈനലി ഇതിൻ്റെ റാണിപുരത്തിൻ്റെ പീക്കിലെത്തി. ഞാൻ ശരിക്കും ടയർഡായി. സാധാരണ ഒരു മഴയിലുള്ള സമയത്താണ് നമ്മളിവിടെ വരേണ്ടത്. ശരിക്കും എനിക്ക് ലക്കില്ല. സോ ഇനി ഇത് തിരിച്ചിറങ്ങുന്നത് കുറച്ച് ടാസ്ക്. തിരിച്ചിറങ്ങാൻ വേണ്ടി പണിയൊന്നുമില്ല, പക്ഷേ ഒന്ന് ലേറ്റായി. നൈസ് വാട്ടർ കഴിയാറായി. ഇതാണ് പീക്ക്. ഇതാ ഞാൻ പറഞ്ഞ സ്പോട്ട്. നല്ല കാറ്റാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഹിൽ ടോപ്പിൽ വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം. വ്യൂ പോയിന്റ് ആട്ടെ എത്തി. പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പം അതിൻ്റെ വെതർ ശരിക്കും ഇത് ഒരു മഴക്കാല സമയമാണ്. ബട്ട് ഇന്ന് വെയിൽ. ബട്ട് ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ. സോ ഇവിടെ ഇനി നമുക്ക് എനിക്ക് ആ 20 രൂപേൻ്റെ നമ്മൾ വാട്ടർ ബോട്ടിൽ അവർ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വാട്ടർ ബോട്ടിൽ അവിടെ തിരിച്ചു കൊടുത്താൽ നമുക്ക് 20 രൂപ. നമ്മുടെ അടുത്ത് വാങ്ങിച്ച 20 രൂപയുണ്ട്, അതുവരെ നമുക്ക് തിരിച്ചു തരും. സോ ഞാൻ പോവുകയാണ് ഗൈസ്. നേരെ വീട്ടിൽ പോകണം. ഫുഡ് കഴിക്കാൻ സമയമില്ല, കാരണം ഓൾറെഡി ലേറ്റായി. വീട്ടിൽ പോയി നല്ല ഫുഡ് കഴിക്കാം. സോ ബൈ.